സമസ്തന്റെ വേദിയാണെന്ന ഒറ്റ ബഹുമാനം കൊണ്ടാ. അത് മനസ്സിലാക്കണം. മാരി തോന്നിയാ പറയുമ്പം സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഒന്ന് മനസ്സിലാക്കിക്കോ. വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPIമാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദുമാർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ പഠിക്കണം. ഇത്തരത്തിലുള്ള റൗഡി ഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യനൊക്കെയാണോ ഈ അതീവ പണ്ഡിതന്മാരിയിരിക്കുന്ന മുഷാവറയിൽ? എന്താണ് ഷാഫി ചാലിയം ഉമർ ഫൈസി റൗഡി ഭാഷയിൽ സംസാരിച്ചത്? നിന്നെപ്പോലെ ഇങ്ങനെ കൊലവിളി നടത്തിയോ ഉമർ ഫൈസി ഉസ്താദ്? അദ്ദേഹം ദീനല്ലേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമാണ്: പൂക്കോയ തങ്ങളുടെയും ബാഫക്കി തങ്ങളുടെയും പൈതൃകം എന്നുള്ളത് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന പൈതൃകമാണ്. അത് കാട്ടിയിട്ടൊന്നും സമസ്തക്കാരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കാര്യമാണ്, അത് സത്യമാണ്. ഈ സത്യം പറഞ്ഞതിനാണോ അദ്ദേഹത്തെ റൗഡി എന്നും മറ്റുമൊക്കെ നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ നിങ്ങളുടെ യുവാക്കൾ കയറി കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം വറക്കാതെ നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത നിങ്ങളാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. മറ്റൊന്ന്, ബാക്കിയുള്ള ആളുകളൊക്കെ വികലാംഗരാണ് എന്നുള്ള നിങ്ങളുടെ ധാരണയും മാറ്റണം. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ പാണക്കാട് പ്രേമം ഉണ്ടായത്? മഹാനായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചപ്പോൾ, തെറി പറഞ്ഞപ്പോൾ, പച്ച തെറി മലയാളത്തിൽ പറഞ്ഞപ്പോൾ ആരെങ്കിലും അയാൾക്കെതിരെ പ്രതികരിച്ചോ? പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ? അയാൾ പാണക്കാട്ടത്തെ ആളാണെങ്കിൽ പോലും, മൊയ്ൻ അലി തങ്ങൾ പാണക്കാടത്തെ സയ്യിദാണെങ്കിൽ പോലും പ്രതികരിച്ചത് അദ്ദേഹത്തിനെതിരെ തെറി പറഞ്ഞ ഒരു ലീഗുകാരനാണ്. അയാളെ വിളിച്ച് പ്രശംസിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ മദ്യപിച്ചു എന്ന് പറഞ്ഞ ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാവുണ്ട്. അയാളുടെ പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പ്രഭാഷണം നടത്തിയോ? ഇതുപോലെ പാണക്കാട് തങ്ങന്മാരെ പരിഹസിച്ച എത്ര വഹാബികളുണ്ട്. ഇത് സമസ്തക്കെതിരെ കുരച്ച് ചാടുന്നതിൻ്റെ സൂക്കേട് എന്താണ്? അത് കുറച്ചാളുകൾ, ഈ മുസ്ലിം ലീഗിൽ ഒരുപാട് നേതാക്കളുണ്ടെങ്കിലും ഈ സമസ്തക്കെതിരെ കുരച്ച് ചാടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ആവേശം കാണിക്കുന്ന 2-3 ആളുകളുണ്ട്. ഒന്ന് ഈ ഷാഫി ചാലി, മറ്റൊന്ന് KM ഷാജി, മറ്റൊന്ന് PMA സലാം. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അറിയാം, ഇവർ കൃത്യമായിട്ട് വഹാബികളാണ്. അപ്പോൾ വഹാബികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് സമസ്തയിലും മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക, അതിനൊരു പഴുത് നോക്കി നിൽക്കുക എന്നതാണ് ഇവനെ പോലത്തെ ആളുകളുടെ സൂക്കേട് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ അവൻ ചാടി ഇടപെടും. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നീ നിൻ്റെ പണി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ ആളുകൾ വഹാബികളെ പോയിട്ട് ദീന് പഠിപ്പിച്ചാൽ മതി. ഉമർ ഫൈസിയെ പഠിപ്പിക്കാൻ വരണ്ട. കാരണം ഉമർ ഫൈസി ഉസ്താദ് പറയുന്നത് ദീനാണ്, അത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമല്ലാത്ത ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. കള്ള് കുടിച്ച കുരങ്ങനെ തേള് കുത്തിയതുപോലെ വറച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉമർ ഫൈസിക്കെതിരെ അഭിമുഖം കൊടുക്കുമ്പോൾ നിന്നെപ്പോലത്തെ ആളുകളെ കുറിച്ച് ലീഗിലും സമസ്തയിലും അല്ലാത്ത നിഷ്പക്ഷമായ കാര്യങ്ങൾ വിലയിരുത്തുന്ന നിങ്ങളുടെ കൂലി പ്രഭാഷകന്മാരല്ലാത്ത മറ്റുള്ള പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദുമാർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ പഠിക്കണം. ഷാഫി സാഹിബ്, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെയൊന്നും ആവേശ പ്രസംഗം നടത്താൻ പാടില്ല. ഇൻ്റർവ്യൂകളിൽ പ്രസ്താവന നടത്താൻ പാടില്ല. നിങ്ങളൊരു നേതാവാണ്. നിങ്ങൾ എരുതിയിൽ എണ്ണ വയ്ക്കുകയാണ്. അതെന്തുകൊണ്ട് നമ്മൾ നിങ്ങളോടൊക്കെ ഉണർത്തുന്നത് തന്നെ ഖേദകരാണ്. നമുക്ക് സങ്കടമുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു ആവേശ പ്രസ്താവനയൊക്കെ കൊടുക്കുമ്പോഴേ നിങ്ങളെ മുസ്ലിം ലീഗിൽപ്പെട്ട ചില ആളുകൾക്ക് അവർ ഈ സമൂഹത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ടോ? അവർ ഈ സൈബർ ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ? നാളെ ഈ പ്രസ്താവനയും കേട്ടിട്ട് ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്ക് വരുന്ന ഉമർ ഫൈസി മുക്കത്തിനെതിരെ വല്ല കയ്യേറ്റ ശ്രമങ്ങളോ വല്ല സംഗതികളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളതിന് ഉത്തരവാദിയാകുമോ? നിങ്ങളെ മുസ്ലിം ലീഗിൽപ്പെട്ട ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് നിങ്ങളുടെ ഈ ഒരു പ്രസ്താവനയും പിടിച്ചുകൊണ്ട് എത്രയെന്ന് അറിയങ്ങൾ? ഇത് ശരിക്കും പാണക്കാട് കുടുംബം നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഷാഫി ചാലിയം മാത്രമല്ല അത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന നേതാക്കന്മാരെ തടയിടേണ്ടതുണ്ട്.
അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നവും. സമസ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഏറ്റവും വലിയൊരു മുസ്ലിം സംഘടനയാണ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ. അങ്ങനെയുള്ള ഒരു സമസ്തയുടെ നേതാവിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിന് ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ടേ? എത്ര കാലമായി ആലോചിച്ച് നോക്കൂ. സമസ്തക്കിടയിൽ ഇപ്പോൾ ഷാഫി ചാലിയൻ തന്നെ പറയുന്നുണ്ട്, പിന്നെ സമസ്തക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് രമ്യത വരിക? നമ്മൾ നിങ്ങളെ ഇൻ്റർവ്യൂകളും നിങ്ങളുടെ പിന്നെ അതേ മീഡിയകളിലുള്ള പിന്നെ ചർച്ചകളിലുള്ള പ്രസ്താവനകളൊക്കെ പരമാവധി കാണുകയും അത് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തക്കെതിരെയും മുക്കം ഉമർ ഫൈസിക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരാമർശങ്ങളും പ്രസ്താവനകളുമൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു പോകണ്ടേ? ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ പ്രസംഗിക്കുന്ന ആളാണ്. ധാരാളം സ്റ്റേജുകൾ എൻ്റെ പാർട്ടിപരമായിട്ട് കിട്ടുന്ന ഒരാളാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു ആവേശപ്രസംഗം നടത്തുക. ആവേശപ്രസംഗവും വെല്ലുവിളികളും പിന്നെ അണികൾ നോക്കി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആവേശപ്രസംഗം നടത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവർ പക്വതയില്ലാതെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ ഏത് നേതാവിനെ കുറിച്ച് പറഞ്ഞാലും അവരെ തെറി വിളിക്കാനോ അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ പരമാവധി SDP അണികൾ അത്തരം രാഷ്ട്രീയ വിദ്യാഭ്യാസമല്ല നേടിയിട്ടുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്നിരുന്നാലും ഞാൻ അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്താറില്ല. പക്ഷേ നിങ്ങളെ അണികൾ അങ്ങനെയല്ല. മുസ്ലിം ലീഗിൽപ്പെട്ട ചിലർ എന്ന് പറയുന്നത് എനിക്ക് ധാരാളം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ അണികൾ എൻ്റെ സുഹൃത്തുക്കളായി എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ലീഗുകാരുണ്ട്. പക്ഷേ അവരെയൊക്കെ നാണം കെടുത്തുന്ന മാനം കെടുത്തുന്ന രീതിയിലുള്ള ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ പ്രവണതയുള്ളവർ മുസ്ലിം ലീഗിലാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വം, അങ്ങനെയുള്ള ചിലർ പാർട്ടിയിൽ ഉണ്ടായിരിക്കെ നേതൃത്വത്തിലിരിക്കുന്ന നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല. അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വിചാരിക്കണ്ട. ഈ സമസ്തയും മുസ്ലിം ലീഗും സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവികളും തമ്മിലുള്ള ഈ പറയുന്ന തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും ധാരാളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇതാണോ ഇങ്ങനെയുള്ള പ്രസ്താവനകളും ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈചാരലുമാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാണ്ട്. SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പണി അപ്പുറത്ത് പോയിങ്ങാണ്ട് സമസ്തൻ്റെ ഉള്ളിലത്തെ നേതാക്കന്മാരെ പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ മതത്തെക്കുറിച്ച് സംസാരിച്ചാൽ അതിനെതിരായിട്ടും അവരുടെ സ്ഥാപനങ്ങളിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന പണിയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരുപാട് സന്നദ്ധ സേവനങ്ങളും ജനോപകാരപ്രദമായ കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് മുന്നോട്ട് പോകലാണ്. ഇത് എത്ര കാലമായി ഈ ലീഗിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് സമസ്തക്കെതിരെ, കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്തക്കെതിരെ എത്ര കാലമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുക എന്താണ്? യാസർ പൂക്കോട്ടുമാറിനെ കുറച്ച് തെറി വിളിക്കാം. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള മനോഭാവത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ഷാഫി ചാലിയം നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എരിതീയിൽ എണ്ണയൊഴിച്ച് അങ്ങനെ ഒരു അക്രമപരമായ കാര്യത്തിലേക്ക് നിങ്ങളുടെ ചില അണികളെ തള്ളിവിടരുത്. അത് പിന്നെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, സമുദായ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. അത് തുറന്നു പറയാൻ യാതൊരുവിധ മടിയില്ല. മുക്കം ഉമർ ഫൈസി വിഷയത്തിലും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ അണികളെ ഇളക്കി വിടരുത് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ അത് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു.